നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. നിതിൻ രാജ് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തെ ഒരു പ്രതീകമാണ്. കേരളം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇത്രയേറെ സാംസ്കാരികമായ ഉന്നമനം നേടിയിട്ടും സാമൂഹികമായ പുരോഗതി നേടിയിട്ടും ഇവിടെ ജാതീയത ഇപ്പോഴും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ വർഗവിവേചനം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അസമത്വങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ സ്ഥാനമുണ്ട് എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഈ കണ്ണൂർ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് തന്നെ എന്താർത്ഥമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണിത്. കാരണം ഏറ്റവും അധികം പ്രൊഫഷണലായ വിദ്യാഭ്യാസം നേടിയ ഒരു ഡോക്ടർ, അദ്ദേഹം ഇരിക്കുന്ന പദവി തന്നെ കണക്കിലെടുത്താൽ ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയല്ല, പല വിദ്യാർത്ഥികളെ അദ്ദേഹം എങ്ങനെയാണ് പേര് ചൊല്ലി വിളിച്ചത്? നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ശരീര വലിപ്പത്തിൻ്റെ പേരിലൊക്കെ ബ്ലാക്കി എന്നും ഫാറ്റി എന്നും ഒക്കെ കുട്ടികളെ വിളിക്കുക, ആക്ഷേപിക്കുക. അതിൽ ഏറ്റവും അത്ഭുതകരമായ സംഗതി, ഇവിടെ ഏതൊരു ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും സമരം നടത്തുകയും കോളേജിനുള്ളിലും പുറത്തും കലാപം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തിനെതിരെ ആ കോളേജിനുള്ളിൽ ഒരു വിമർശനം ഉണ്ടായില്ല, ആക്ഷേപം ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. കോളേജുകളിലെ രാഷ്ട്രീയമാണ് പല കാര്യങ്ങൾക്കും കാരണമെന്ന് ആരോപിക്കുമ്പോഴും രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു കോളേജാണ്, ഒരു സർക്കാർ കോളേജിലാണ് സംഭവിച്ചതെന്ന് ആലോചിക്കണം. വാസ്തവത്തിൽ അരാഷ്ട്രീയത നമ്മൾ ആരോപിക്കുന്ന പല കോളേജ് ക്യാമ്പസുകളിൽ ഇത്രയും മോശമായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥിതികൾ. ഇതിപ്പം നമ്മൾ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നു. വയനാട്ടിലെ കോളേജിൽ എന്താണ് സംഭവിച്ചത്? അവിടെ സിദ്ധാർത്ഥ് എന്ന യുവാവ് എങ്ങനെയാണ് മരിച്ചത്? അവിടെ വിദ്യാർത്ഥികളാണ്, അല്ലാതെ അധ്യാപകരല്ല ആ കുട്ടിയുടെ മരണത്തിന് കാരണമാക്കിയത്. അവിടെയും ഈ വർഗവിവേചനവും വർഗാധിക്ഷേപവും ഒക്കെ തന്നെയാണ് അതിന് പിന്നിൽ നടന്നതെന്നുള്ളതും പിന്നീട് പുറത്തു വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നികൃഷ്ടമായ മനസ്സുമായി ജീവിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളത് വളരെയേറെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ നേടിയ എല്ലാ പുരോഗതിക്കും എല്ലാ വളർച്ചയ്ക്കും യാതൊരു അർത്ഥവുമില്ലാതെ നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത്. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പരസ്പരമുള്ള മത്സരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് എന്തുകൊണ്ട് അവർ ഒന്നിച്ചു നിൽക്കുന്നില്ല, അവരെന്തുകൊണ്ട് ആ കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം.